മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 80-ാം വാക്യം. ശിശു വളർന്ന് ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇന്ന് മൈലാപ്പൂരിലെ അത്ഭുത ശ്ലീവായുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ്. സ്നാപകയോഹന്നാന്റെ ജീവിതത്തിൽ അവൻ വളർന്നു വന്നത് എപ്രകാരമാണ് എന്ന് വചനത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരിക അല്ലെ. അവൻ വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു. ദൈവാത്മാവിൻ്റെ അഭിഷേകത്താല് നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് സ്നാപക യോഹന്നാൻ വളർന്നു വന്നത്. സ്നേഹമുള്ള മാതാപിതാക്കളെ, ഇന്നത്തെ ഈ വചനം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ സന്ദേശമാണ്. നമ്മുടെ മക്കളെ വളർത്താറുണ്ടല്ലേ? എപ്രകാരമാണ് ഞാൻ മക്കളെ വളർത്തുന്നത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യം അപ്പന്മാരോടും അമ്മമാരോടും ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരിക. എന്താണത്? മക്കളെ വളർത്തുമ്പോൾ അവരെ ആത്മാവിൽ നിറയ്ക്കാനായിട്ട് പറ്റണം, ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്താനായിട്ട് പറ്റണം. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ പലപ്പോഴും ഈ ഒരു ഉത്തരവാദിത്തം മാതാപിതാക്കൾ മറക്കുക. അവര് ഭൗതികമായ എല്ലാ അറിവും കൊടുക്കുന്നുണ്ട്, ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം പലപ്പോഴും ഇന്ന് നഷ്ടപ്പെട്ടു പോവുക. ദൈവസന്നിധിയിലേക്ക് മക്കളെ കൊണ്ടുവരുവാനായിട്ട് ഇന്ന് മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല. ബാക്കി എല്ലാം നേടിക്കൊടുക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തെ കൊടുക്കാനായിട്ട് മറന്നു പോവുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാജയമാണ് ദൈവത്തെ കൊടുക്കാതെ ഈ ലോകത്തില് ബാക്കി എന്തൊക്കെ നമ്മുടെ മക്കൾക്ക് പങ്കുവെച്ചു കൊടുത്താലും അവരുടെ ജീവിതം ഒരിക്കലും നന്മ നിറഞ്ഞതാവത്തില്ല. അവരുടെ ജീവിതം ഒരിക്കലും യഥാർത്ഥ സന്തോഷത്തിൽ മുന്നോട്ട് പോകുന്നത്. അവർ വീണ് പോകും. കാരണം അവരുടെ ജീവിതത്തിൽ ദൈവമില്ല എന്നുള്ളതാണ്. സ്നേഹമുള്ള മാതാപിതാക്കളെ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഓർത്തിരിക്കണം ഈ കാര്യം. കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ടത് ദൈവത്തോട് ചേർന്ന ദൈവസന്നിധിയിലേക്ക് അവരെ ഒന്ന് പറഞ്ഞു വിടാനായിട്ട് പറ്റണം. പക്ഷെ പലപ്പോഴും ഇന്ന് മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കുന്നില്ല. ഒന്ന് പള്ളിയിലേക്ക് കുട്ടികളെ കുർബാനയ്ക്ക് പോലും പറഞ്ഞു വിടുന്നവരുടെ എണ്ണം ഇന്ന് കുറവാണ്. നീ പള്ളിയിൽ പോയോ, നീ കുമ്പസാരിച്ചോ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരിക. മറിച്ച് നമ്മൾ ഇഷ്ടംപോലെ ചോദിക്കും, നീ പഠിച്ചോ, ട്യൂഷന് പോയോ, ട്യൂഷന്റെ ഹോംവർക്ക് ചെയ്തോ, ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചോദിക്കും. എന്നാൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട വചനം വായിക്കുന്നുണ്ടോ, പള്ളിയിൽ പോകുന്നുണ്ടോ, നീ ജപമാല ചൊല്ലുന്നുണ്ടോ, നീ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് ഇന്ന് നമുക്ക് സാധിക്കുന്നില്ല. ഭൗതികമായ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാത്രം മാറുക. സ്നേഹമുള്ള അപ്പന്മാരെ, അമ്മമാരെ, അത് മാത്രം കൊടുക്കരുത്. ഭൗതികമായ അറിവ് കൊടുക്കേണ്ട എന്നല്ല, പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാ ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാനുള്ളത്. ദൈവത്തെ നിങ്ങളുടെ മക്കൾക്ക് പങ്കുവെച്ചു കൊടുത്താൽ, ആത്മാവിൻ്റെ അഭിഷേകത്താൽ ആ മക്കളെ വളർത്തിയാൽ, ജീവിത അവസാനം വരെ അവർക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ ആ മക്കൾ ഓടി വരും. എങ്ങോട്ട് വരും? ദൈവത്തിന്റെ സന്നിധി വരും. ദൈവത്തോട് പറയും, ദൈവമേ, എൻ്റെ ജീവിതത്തിലെ പ്രശ്നമിതാ. അവൻ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകും. ആത്മാവിന്റെ അഭിഷേകത്താൽ തിന്മയിൽ നിന്നകന്ന് വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് പറ്റും. ആത്മാവിനെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് പഠിക്കാനായിട്ട് പറ്റും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളെയും ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്താം. സ്നാപകയോഹന്നാൻ വളർന്നു വന്നതുപോലെ നമ്മുടെ മക്കളും ആത്മാവിന്റെ അഭിഷേകത്താൽ ദൈവത്തോട് ചേർന്ന് വളരട്ടെ. അങ്ങനെ വിശുദ്ധിയുള്ള, നന്മയുള്ള നല്ല മക്കളായിട്ട് അവർ വളർന്നു വരുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.